അതെ, മിക്ക ആളുകളുടെയും വീട്ടിൽ കാണുന്ന ഒന്നാണ് ചെതല്. പ്രത്യേകിച്ചും കുറച്ച് പഴയ വീടൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇന്ന് നമ്മുടെ വീഡിയോ ചെതലിനെ ഓടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇപ്പം ഞാൻ നാട്ടിലാണ്. അപ്പോൾ നമ്മുടെ കളിയിൽ വിറകൊക്കെ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ തിരിച്ചു വന്നപ്പോൾ കുറേ ചെതൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് അതൊരു വീഡിയോ ആയിട്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു സൊല്യൂഷൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം, എങ്ങനെ അത് അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മുടെ എല്ലാം വീട്ടിലുള്ള 2-3 ചേരുവകളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ അപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കായമാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടിയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ കുറച്ചും കൂടെ നല്ലത് കട്ടക്കായമാണ് കേട്ടോ. അതാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/2 ലിറ്ററോളം വെള്ളത്തിൽ നല്ലതുപോലെ തിളപ്പിച്ച് ആ കായം അലിയിച്ചെടുക്കണം. അതിനുശേഷം വേണം കേട്ടോ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ എടുക്കുന്ന അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങളും എടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ലിക്വിഡ് ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. അതും നല്ല പോലെ 1 ടേബിൾ സ്പൂൺ തന്നെ എടുക്കണം. അതായത് നമ്മൾ എടുക്കുന്ന 3 ഇൻഗ്രീഡിയൻറ്റും ഒരേ അളവിലായിരിക്കണം. കായത്തിൻ്റെ പൊടി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ കട്ടക്കായാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഒരു വലുപ്പത്തിൽ തന്നെ എടുത്ത് അത് അലിയിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളം എടുക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന കായത്തിൻ്റെ പൊടി പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനാണ്. ഏകദേശം 1/2 ലിറ്ററോളം വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുത്ത ആ ഒരു അളവിന് 1/2 ലിറ്ററാണ് കണക്ക്. ഇനി ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നല്ല പോലെ തന്നെ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. കട്ട കായമാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 1/2 ലിറ്റർ വെള്ളത്തിൽ കായം നല്ലതുപോലെ ചൂടാക്കി അലിയിച്ചതിന് ശേഷം ഓരോ ടേബിൾ സ്പൂൺ വീതം ബേക്കിംഗ് സോഡയും നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷും ഒഴിച്ചു കൊടുത്താൽ മതി. ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റി കൊടുക്കാം. സ്പ്രേ ബോർഡിലാണ് ഒഴിക്കുന്നതെങ്കിൽ ഒന്ന് അരിച്ചതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിതൊട്ട് കുപ്പിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുപ്പിയുടെ അടപ്പിൽ ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അരിച്ചെടുക്കുന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ 100% റിസൾട്ട് കിട്ടുന്ന ചെതലിനെ മൂടോടെ കൊല്ലാൻ കഴിയുന്ന സൊല്യൂഷൻ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മിശ്രിതം തയ്യാറാക്കുന്ന രീതി എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിയാണ് കേട്ടോ. തടിപ്പണിക്കൊക്കെ വരുന്നവരുണ്ടല്ലോ, അവരാണിത് പറഞ്ഞു തന്നത്. ഞാനത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ചെതൽപ്പുറ്റും ചെതലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമ്മളിതിനെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ വിറകൊക്കെ വെക്കുന്ന ആ ഒരു തൊഴുത്തിലാണ് ചെതൽ കണ്ടത്. ആദ്യം തന്നെ ഞാൻ നല്ലതുപോലെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ചെതൽ പുറ്റൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞ് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈർക്കിലിൻ്റെ ചൂല് വെച്ച് നമ്മളിതുപോലെ ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ അത് വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നല്ലൊരു തൊണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ശക്തിയായിട്ടൊന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ആ മണ്ണൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ചെതൽപ്പുറ്റാണെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്നില്ല, ഡയറക്റ്റായിട്ട് ഈ ഒരു ലിക്വിഡ് ചെതൽപ്പുറ്റിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ കുപ്പി എടുത്തിട്ട് സ്പ്രേ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് പിന്നെ ചെതലേ വരില്ല. വീട്ടിൽ ചെതലിൻ്റെയൊക്കെ ശല്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. 100% റിസൾട്ടാണ് കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഒരുപാട് കാശ് ചിലവുള്ള രീതിയൊന്നുമല്ല. നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനങ്ങൾ മാത്രം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.